ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ ഷെയർ ആക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് കേട്ടോ. അതിന് വെച്ചൊരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ് കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇതുപോലെ നൈസ് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കപ്പ് പാല് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് നൈസ് സേമിയ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സേമിയ നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചതും ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ ഈ ഒരു മിക്സ് അടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ലൂസാവും. അപ്പം നമ്മുടെ പോള കുക്കായിട്ട് കിട്ടാൻ നല്ല ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പോള റെഡി ആയി കിട്ടും. അപ്പോൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ആ ഒരു സേമിയ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 10 രൂപേൻ്റെ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ഈ ഒരു ടൈമിൽ ചേർക്കുമ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് മിക്സിയിൽ അടിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം ഗ്യാസ് മേലെ വെച്ച് കൊടുക്കുക. അതിൽ ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഒരു പോള കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ അണ്ടി കിസ്മിസ് അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി എണ്ണ പുരട്ടിയിട്ടുള്ള പാനിലേക്ക് നമ്മുടെ ഈ ഒരു പോള തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ചുവപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ്. എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം അഥവാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.